രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു കൃഷ്ണ. അവളുടെ ഉള്ളംകൈയിലിരിക്കുന്ന തന്റെ കയ്യെ അത്രയും മെല്ലെയാണ് പെണ്ണ് പിടിച്ചിരിക്കുന്നത്. വിരലിന്റെ തുമ്പുകൊണ്ടെങ്കിലും അല്പം മുറുകിയാൽ തനിക്ക് വേദനിക്കുമോന്നുള്ള ഭയമാണ് ആ മുഖത്തെ ആകുലതയായി വംശിക്ക് തോന്നിയത്. ഒരു അപ്പൂപ്പൻ താടി പോലെ അത്രയും പതിയെ തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മെല്ലെ ഊതി ഊതി തനിക്ക് വേദനിക്കാതെ മരുന്ന് വെക്കുന്നവളെ കാണെ അവനിലെ ദേഷ്യം മാറി വല്ലാത്തൊരു കൗതുകം അവിടെ ഇടം പിടിച്ചു. മുറിയിലെ ചോര അത്രയും ഒപ്പി ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും തുണിയെടുത്ത് മെല്ലെയെങ്കിലും വലിച്ചു കെട്ടിയതിനു ശേഷമാണ് പെണ്ണ് മുഖമൊന്ന് ഉയർത്തിയത് പോലും. നല്ല മുറിവാ വിച്ചേട്ടാ, ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, ഇല്ലേൽ ചിലപ്പോ പഴുക്കും. അത്രയും ആദരമായി പറഞ്ഞാ നേരം അവൾ നോക്കിയ നോട്ടത്തിൽ വംശി നിന്ന നിൽപ്പിൽ പതറിപ്പോയി. ആ പതറിച്ച സ്വയം അറിഞ്ഞതും അതുവരെ ശാന്തമായിരുന്ന മുഖം ഒരു നിമിഷം കൊണ്ടാണ് രാക്ഷസഭാവം പേറിയത്. ആരിൽ നിന്നൊക്കെയോ എന്തൊക്കെയോ ഒളിപ്പിക്കാനുള്ളൊരു ഭയവും പേറി. ഇന്നാ ആ ബോക്സിൽ നിന്നും ഒരു വലിയ പഞ്ഞിയെടുത്ത് അവൾക്ക് നേരെ നീട്ടിയവൻ. കാര്യം മനസ്സിലാവാതെ അവനെയും പഞ്ഞിയെയും മാറി മാറി നോക്കി പെണ്ണ്. നീ വലിയ നേഴ്സല്ലേ, അപ്പോൾ സ്വന്തം മുറിവ് സ്വന്തമായി വെച്ചു കെട്ടിയാൽ മതി, അല്ലാണ്ട് നിന്നെ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ടവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഒരു ചുവട് വെച്ചില്ല. അതിനു മുന്നേ പെണ്ണവന്റെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചിരുന്നു. സൂക്ഷം പോലെ അവൻ വന്ന് വീണത് അവളുടെ ഇടത് തോളിലേക്കായിരുന്നു. വേദനയോടെ പെണ്ണ് കൈ മുറുകെ പിടിച്ചു. ഡി, ഒരലർച്ചയായിരുന്നു ആദ്യം. എന്തിനടി പുല്ലേ വലിച്ചിട്ടത്? അവളുടെ തോളിലേക്ക് വന്നടിച്ചതും താൻ കാരണം അവൾ വേദനിച്ചല്ലോ എന്നുള്ള ചിന്തയും കൂടി ആയപ്പോൾ അടുത്ത അലർച്ചയ്ക്ക് വേറെ കാരണം വേണ്ടെന്നായി. അത് താഴെ നിറയെ ചില്ല് പൊട്ടിക്കിടക്കുക വിച്ചേട്ടാ, ഇനി ഇതിന്റെ ബാക്കിയായി കാലും കൂടി മുറിക്കുമോ ഏട്ടൻ? മുറിക്കകത്തും ചെരുപ്പിടുന്നവൻ ഇന്ന് താഴേക്ക് വന്നതും തനിക്കൊപ്പം ഈ മുറിയിലേക്ക് കയറുമ്പോഴും ഒന്നും അവന്റെ കാലിൽ ചെരുപ്പില്ലെന്നറിഞ്ഞവൾ ശരിക്കും ചൊടിച്ചു. ഒപ്പം അവൻ തന്നെ നോക്കില്ലെന്ന് പറഞ്ഞതിന്റെ ചെറുതല്ലാത്തൊരു പരിഭവം അവളിൽ നിന്ന് ഒഴിഞ്ഞില്ല. അത് കേട്ടതും രൂക്ഷമായി വംശി പെണ്ണിനെ ഒന്ന് നോക്കി. എന്നാൽ അവൾ ആ നേരം ഇടം കൈ കൊണ്ട് വലം കൈ താങ്ങി പെണ്ണ് പിന്നെയും പിന്നെയും എരിവ് വലിക്കുകയായിരുന്നു. അതോടെ കണ്ടതും അവന് പിന്നെയും ദേഷ്യം വർദ്ധിച്ചു. കുറച്ചു മുന്നേ അവളുടെ വലത് കൈ തണ്ടയിലെ മുറിവ് മരുന്ന് വെക്കാൻ എടുത്തപ്പോഴാ അവൾ അവന്റെ മുറിവ് കെട്ടിയത്. ആ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയവനെ പിടിച്ചവൾ അടുത്തേക്കിരുത്താൻ നോക്കിയപ്പോഴാ അവന്റെ ഷർട്ടിൽ പിടിവീണ് അത് രണ്ടായി കീറി മാറിയത്. അത് പിന്നെയും ചെക്കന്റെ ടെമ്പർ തെറ്റിച്ചു. പക്ഷെങ്കിൽ ഇപ്പോ അവളുടെ വേദന കടിച്ചു പിടിച്ചുള്ള ഇരിപ്പും കൈത്തണ്ടയിലെ ചോരയും ഒക്കെ കൂടി കണ്ടതും അവനുള്ളിലെ വാശി വഴിമാറി അവിടെ മറ്റെന്തോ വികാരങ്ങൾ വന്ന് നിറയാൻ തുടങ്ങി. വംശി പതറി. അവൻ വേഗത്തിൽ അവളിൽ നിന്നും അകന്ന് മുഖം മാറ്റി തിരിഞ്ഞു നിന്നു. ഒപ്പം അവന്റെ രണ്ടു വശത്തായി തുറന്നു കിടക്കുന്ന ഷർട്ട് ഊരി വാശിയിൽ റൂമിന്റെ ഒരു മൂലയ്ക്കായി വലിച്ചെറിഞ്ഞു. ശബ്ദം കേട്ട് മുഖമുയർത്തി നോക്കുന്നവളുടെ നോട്ടം ചെന്ന് നിന്നത് സൈഡ് ചരിഞ്ഞിരിക്കുന്നു നിൽക്കുന്നവന്റെ ഉറച്ച ശരീരത്തിലേക്കാണ്. അവന്റെ നഗ്നമായ വിരിഞ്ഞ നെഞ്ചിലേക്ക് അവളുടെ കണ്ണെത്തിയതും പെണ്ണ് പിടഞ്ഞുകൊണ്ട് കണ്ണു മാറ്റി. പക്ഷെ പിന്നെയും പ്രിയപ്പെട്ടതെന്തോ തേടും പോലെ ആ കണ്ണുകൾ അവനെ തന്നെ തേടിപ്പോയി. അവന്റെ വിരിഞ്ഞ നെഞ്ചിലാകെ പടർന്നു കിടക്കുന്ന കറുത്ത ചുരുണ്ട രോമങ്ങൾ, അതിലേക്ക് ഭംഗി കൂട്ടാനെന്ന പോലെ വീതിയിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന കയറുവിരിമാല, അതിനറ്റത്ത് കിടക്കുന്ന രുദ്രാക്ഷവും ഓമിന്റെ ലോക്കറ്റും, അതങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ വല്ലാത്തൊരു ചേല് തോന്നി അവൾക്ക്. അവളുടെ കണ്ണുകൾ കുറെ നേരം ആ മാലയിൽ തന്നെ ഉടക്കിക്കിടന്നു. അവിടുന്ന് പതറി മാറിയ കണ്ണുകൾ അവന്റെ കൈകളുടെ ഉറച്ച മാംസപേശിയെയും ഒതുങ്ങിയ അരക്കെട്ടിനെയും വർക്കൗട്ട് ചെയ്ത് സെറ്റ് ചെയ്ത പോലത്തെ സിക്സ് പാക്കിനെയും ഒക്കെ തഴുകി മാറിയതും പെണ്ണാകെ വല്ലാതെയായി. പിന്നെ ഒരു വട്ടം കൂടി ആ മുഖത്ത് നോക്കാനുള്ള ധൈര്യം അവളിൽ ബാക്കിയില്ല എന്ന പോലെ പെണ്ണ് രണ്ട് കണ്ണും ഇറുക്കിയടച്ചു. ആ നേരത്താണ് വംശി അവളെ തിരിഞ്ഞ് നോക്കുന്നത്. കണ്ണുകൾ രണ്ടും കെട്ടിയടച്ച് കൈകൾ രണ്ടും നെഞ്ചിലേക്ക് കൂപ്പിയിരിക്കുന്നവളെ കണ്ടതും വേദന കൂടിയിട്ടവൾ മിണ്ടാതിരിക്കുകയാണെന്നാണ് അവൻ ധരിച്ചത്. അതിന്റെ വേഗത്തിൽ അവൻ അവളെ പിടിച്ച് അടുത്തേക്കിരുത്തി. സിദ്ധി ഞെട്ടി അവനെ മിഴിച്ചു നോക്കി. കൈത്തണ്ടയിൽ എന്തോ കുത്തി മുറിവേറ്റ പെണ്ണിന്റെ കൈയവൻ മെല്ലെ എടുത്ത് മടിയിലേക്ക് വെച്ചു. ഈ മുറിവിന് ഇത്രയ്ക്കും വേദനയുണ്ടോടി? പരിഭ്രാന്തിയിലായിരുന്നു ആ ചോദ്യം. പെണ്ണൊന്ന് കൈ പതിയെ വലിക്കാൻ തുടങ്ങിയതും ഇത്തവണ അവൻ അവളെ പിടിച്ച് മടിയിലേക്ക് തന്നെ ഇരുത്തിയിരുന്നു.
വെപ്രാളം പിടിച്ച പോലെ പെണ്ണവനെ ഒന്ന് നോക്കി. ഒപ്പം പിടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. അത് കണ്ടതും അവൻ അവളെ പിടിച്ച് ഒന്നൂടെ തന്റെ ശരീരത്തിലേക്ക് അമർത്തിയിരുത്തി. പക്ഷേ പെണ്ണതിന് സമ്മതിക്കാതെ അവന്റെ മടിയിൽ നിന്നും താഴേക്ക് ചാടിയതും അതിവേദനയിൽ അവളുടെ ശബ്ദം പൊങ്ങിപ്പോയി. എന്തടി, കൈ തട്ടിയോ പിന്നെയും? ആരോട് ചോദിച്ചാടി നീ എന്റെ മടിയിൽ കയർന്ന് ഇറങ്ങിപ്പോയത്? അവൾ ഇറങ്ങിയപ്പോൾ കൈ എവിടെയോ തട്ടി എന്ന് വിചാരിച്ചവൻ ഉറക്കെ അലറിയതും അവൾ ചെവി ഇരു കൈകൾ കൊണ്ടും അമർത്തി പിടിച്ചു. എന്തെങ്കിലും പറയുമ്പോൾ ചെവിയും അടച്ചു നിന്നാൽ മതിയല്ലോ. അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചവൻ അടുത്തേക്ക് വലിച്ചതും നിവർന്നു നിൽക്കാൻ വയ്യാത്ത പോലെ അവള് മുട്ടുമടക്കി ഇരുന്നു പോയി. ഒപ്പം വേദനയോടെ അവള് വലതുമുട്ട് അമർത്തി പിടിക്കുകയും ചെയ്തു. ധാത്രി! അതുവരെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തടി നിന്റെ കാലിൽ? ഇത്തവണ അവളുടെ രണ്ടു തോളിലും പിടിച്ചുയർത്തിയാണ് അവനത് ചോദിച്ചത്. അവന്റെ ബലത്തിൽ മാത്രം ഉയർന്നവൾ വംശി സംശയത്തോടെ നോക്കി. ധാത്രി, നിന്റെ കാല് മുറിഞ്ഞിട്ടുണ്ടോ? ദേഷ്യം കൊണ്ട് മുറിയവന്റെ മുഖത്തു നോക്കാൻ ഭയപ്പെട്ടവൾ മുഖം കുനിച്ചു തന്നെ നിന്നതും വംശിയുടെ കൈ അവളുടെ പാവാടയിൽ പിടിമുറുക്കിയിരുന്നു. അത് കണ്ടതും പേടിച്ചിട്ട് സിദ്ധി അവന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്തായി കാണിക്കുന്നേ? വെപ്രാളത്തിൽ അവന്റെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് പെണ്ണ് പെട്ടെന്ന് കട്ടിലേക്ക് കയറി കാലിൽ അമർത്തി പിടിച്ചിരുന്നു. എന്താ ഞാൻ കാണിക്കുന്നത് നീ കണ്ടില്ലേ? മര്യാദയ്ക്ക് നീ പാവാട മാറ്റിയേ. അയ്യേ, പിച്ചേട്ടൻ എന്താ ഈ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? വേദനയിലും അപ്പുറം നാണക്കേടും ലജ്ജയും അവളെ പൊതിഞ്ഞു. ഇപ്പോൾ ഞാൻ ബോധത്തോടു കൂടിയാണ് നിന്നോട് സംസാരിക്കുന്നത്. പക്ഷേ വെറുതെ എന്റെ ദേഷ്യം കൂട്ടാനാണ് നിന്റെ ഭാവമെങ്കിൽ അറിയാലോ നിനക്കെന്നെ. ശബ്ദം മുറുകുന്നതിനൊപ്പം അവന്റെ കണ്ണുകളും ചുവന്നു. ആ കണ്ണുകളെ നോക്കാൻ തന്നെ ഒരു വേള അവൾ ഭയന്നുപോയി. പെണ്ണ് മുഖം കുനിച്ച് കാലിലേക്ക് തന്നെ കൈകൾ കൂടുതൽ ചുരുക്കി അവനെ നോക്കാതെ ഇരുന്നു. ഈ നേരം താൻ അവനോട് എന്തു പറഞ്ഞാലും അവനതെല്ലാം അവന്റെ വാശി കൂട്ടുകയേ ചെയ്യുള്ളൂ എന്നറിഞ്ഞവൾ മൗനത്തെ കൂട്ടുപിടിച്ചു. അതുകൂടി കണ്ടതും വംശിയുടെ ദേഷ്യത്തിന്റെ സകല ബന്ധനങ്ങളും പൊട്ടിത്തകർന്നു. ധാത്രി, മര്യാദയുടെ ഭാഷയിൽ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക, എന്താ നിന്റെ കാലിന് പറ്റിയത്? നേരെ ചൊവ്വേ നിനക്ക് കാണിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ സത്യം, ഈ പാവാട അഴിച്ചു മാറ്റിയിട്ടാണെങ്കിലും ഞാനത് കാണും. എന്നെക്കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. അത്രയ്ക്കും വാശിയിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ പാവാടത്തുമ്പിൽ പിടിമുറുക്കിയതും സിദ്ധി അവന്റെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു. എന്തടി? അവന്റെ അലർച്ചയിൽ അവൾ ഭയന്നെങ്കിലും ആ കയ്യിലെ പിടുത്തം വിട്ടില്ല. നേരത്തെ താഴേക്ക് വീണപ്പോൾ നിന്റെ മുട്ടാണ് പോയി ഇടിച്ചതെന്ന് എനിക്കറിയാം ധാത്രി. അതൊന്ന് കാണിക്കാനാണോടി നീ നിന്റെ ഈ പേടിയും പതിവ്രത ചമയലും ഒക്കെ? ഞാൻ നിന്റെ മുട്ടെന്ന് കണ്ടാൽ ഉരുകിത്തീരുന്ന എന്തേലും ഉണ്ടെങ്കിൽ ഇന്നത് കളഞ്ഞിട്ടേ കാര്യമുള്ളൂ. ദേഷ്യം കൊണ്ട് നിറഞ്ഞു നിന്നവൻ അവളുടെ കൈത്തണ്ടിലെ പിടി തട്ടി മാറ്റി താടിത്തുമ്പ് തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് മുരണ്ടു. കുറച്ചു മുന്നേ അവള് കാല് നിലത്തേക്ക് തൊട്ടപ്പോൾ മുട്ടുമടക്കിയിരുന്നതും ഇപ്പൊ തന്നെ തൊടാതിരിക്കാൻ വേണ്ടി കട്ടിലേക്ക് ഇരിക്കുമ്പോൾ മുട്ടിന്റെ ഭാഗത്ത് അമർത്തി പിടിച്ചതുമൊക്കെ കണ്ടിട്ട് മുട്ടുപോയി തട്ടി മുറിഞ്ഞെന്ന് കരുതി തന്റെ മുഖത്തിനടുത്തേക്ക് മുഖം താഴ്ത്തുന്നവനെ കാണെ ധാത്രി രണ്ട് കണ്ണും ഇറുക്കിപ്പൂട്ടി. കള്ളികളാണടി എന്തെങ്കിലും ചോദിക്കുമ്പോൾ കണ്ണിൽ നോക്കാതെ ഇങ്ങനെ ഇമ പൂട്ടിയിരിക്കുന്നത്. തന്റെ നിശ്വാസം അവൾക്ക് ശ്വാസമായി മാറി തുടങ്ങുന്നിടത്ത് നിന്ന് മുഖത്തേക്ക് മാറ്റിയവൻ കടുപ്പിച്ചു പറഞ്ഞു. അപ്പോഴും അവൾ മൗനത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നതിനും അപ്പുറം ഇരുമിഴികളും ഇടച്ച് കണ്ണീർ വാർത്തതല്ലാതെ ഒരു വാക്കുപോലും മിണ്ടിയില്ല. അതോടെ കണ്ടതും വംശിയുടെ ടെമ്പർ തെറ്റി. ദേഷ്യം പിന്നെയും അത്രയും ഉച്ചസ്ഥായിലായി. എന്തിനാടി നീ ഇങ്ങനെ കിടന്ന് മൂങ്ങുന്നത്? ഞാൻ നിന്റെ കാൽമുട്ടൊന്ന് കണ്ടെന്ന് വെച്ച് എനിക്ക് നിന്നോട് വേണ്ടാത്ത ആഗ്രഹങ്ങൾ എന്തെങ്കിലും തോന്നി ഞാൻ നിന്നെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്യുമെന്ന് കരുതിയിട്ടാണോ നിന്റെ ഈ പൂങ്കണ്ണീർ? തന്നെ ഒരു വൃത്തികെട്ടവനായിട്ട് കാണുന്നത് കൊണ്ടാണോ അവൾ സ്വന്തം മുറിവ് പോലും തന്നോട് കാണിക്കാതെ ഇരിക്കുന്നത് എന്നുള്ള ചിന്ത ആദ്യം മുതലേ മനസ്സിൽ വന്നതിന്റെ വാശിയിലായിരുന്നു ഈ നേരം അത്രയുമുള്ള അവന്റെ ചോദ്യങ്ങൾ. ആ ഒരു തോന്നലിനെ ഊട്ടിയുറപ്പിക്കാൻ അവളുടെ കണ്ണുനീരിനിപ്പോൾ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവന്റെ മനസ്സിൽ തോന്നിയത് തുറന്ന് അവളോട് ചോദിച്ചത്. എന്നാൽ മനസ്സിന്റെ ഒരു കോണിൽ പോലും അങ്ങനെ കരുതാതിരുന്നവൾ അവന്റെ ആ ചോദ്യത്തിൽ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. എടി, ഇതിലും ഇത്തിരി ഇല്ലാത്ത വസ്ത്രം ധരിച്ച് ഒരുപാട് പേർ ഈ വംശിയുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഒരു പെണ്ണിനോടും തോന്നാത്തത് ഇന്നും തോന്നില്ല, പ്രത്യേകിച്ചും നിന്നെപ്പോലൊരു പട്ടിക്കാട്ടുകാരിയോട്. കുനിഞ്ഞവളുടെ ചെവിക്കുള്ളിലേക്ക് കയറത്തക്കവണ്ണം അത്രയും പറഞ്ഞുകൊണ്ട് നിവരാൻ പോയ വംശി കഴുത്തിൽ പിടിച്ച് തന്റെ മുഖത്തിന് നേരെ നിർത്തുമ്പോൾ ഇത്തവണ
അഗ്നി അവളുടെ കണ്ണുകളിലായിരുന്നു. ഡി, മിണ്ടിപ്പോകരുത്. നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ദേഷ്യവും വാശിയും തോന്നിയാൽ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു ചീത്ത മനുഷ്യനാണെന്ന്, മോശം സ്വഭാവമുള്ളവനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്? ഇത്തവണ പതിഞ്ഞതെങ്കിലും അത്രയും ദൃഢമായിരുന്നു അവളുടെ ചോദ്യങ്ങൾ അത്രയും. അതിൽ ആദ്യമായി വംശി പതറി. ശരിയാ, എനിക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമല്ല. നിങ്ങളുടെ ദേഷ്യം ഒട്ടുമേ ഇഷ്ടമല്ല. വാശിയോടെ നിങ്ങൾ ഈ കാണിക്കുന്ന കോലാഹലങ്ങളൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയാറില്ല. പക്ഷെ അപ്പോഴും നിങ്ങളൊരു പെണ്ണുപിടിയനാണെന്നോ മോശം സ്വഭാവക്കാരനാണെന്നോ അറിയാതെ പോലും ഞാൻ ധരിച്ചിട്ടില്ല. വാശിയിൽ പറഞ്ഞു തുടങ്ങിയവൾ അവസാനം എത്തിയപ്പോഴേക്കും കരഞ്ഞുപോയിരുന്നു. ഒപ്പം അവന്റെ കഴുത്തിൽ പിടിച്ച് അടുത്തേക്ക് നിർത്തിയവളുടെ കൈയും അയഞ്ഞ് നിലത്തേക്ക് വീണു. എത്രയുമൊക്കെ വായിക്കുവായി താൻ പറയുമെങ്കിലും ഇങ്ങനെയൊന്നും താൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ലല്ലോ. എന്നിട്ടും തന്നെക്കുറിച്ച് അവൻ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചല്ലോ എന്നൊക്കെയുള്ള ചിന്തയിൽ വീണ്ടും ആ സങ്കടക്കടൽ തന്നെ അവൾക്കുള്ളിൽ നിന്നും പുറത്തേക്കൊഴുകി. എന്നാൽ അറിയാതെയാണെങ്കിലും മനസ്സിലേക്ക് വന്ന ചിന്തയെ ചന്നം പിന്നം പിച്ചു ചീന്തി മുന്നിലിരുന്ന് കരയുന്നവളെ കണ്ടപ്പോൾ അന്നാദ്യമായി അവളുടെ കരച്ചിലിൽ വംശിക്ക് വല്ലാത്ത പാവം തോന്നി. അതുകൊണ്ടാണ് ആ നേരം വരെ അവളെ പിടിച്ചുലച്ചവൻ അത്രയും സമാധാനത്തോടെ അവൾക്കരികിലേക്ക് ഇരുന്നത്. മതി ഇരുന്ന് മൂങ്ങിയത്. ആവശ്യമില്ലാത്തതൊന്നും വെറുതെ ആലോചിച്ചു കൂട്ടണ്ട. ഞാനാണോ വിച്ചേണ്ടല്ലേ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ കൂടി? കണ്ണു നിറച്ച് ദേഷ്യത്തോടെ പെണ്ണവനെ ഒന്ന് നോക്കി. ഓ ശരി, സമ്മതിച്ചു. അങ്ങനെ ഞാൻ മോശമല്ലെന്ന് നിനക്കറിയാമെങ്കിൽ പിന്നെന്താടി പുല്ലേ നിനക്കെന്നെ ആ മുറിവ് കാണിച്ചാൽ? അവന്റെ ആ ചോദ്യം കേൾക്കെ പെണ്ണ് കണ്ണുകൾ ഇറുക്കി അടച്ചു. പിന്നെ മെല്ലെ കണങ്കാലിൽ നിന്നും പാവാട മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. അവളുടെ കണങ്കാലിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന നിറയെ കൊലുസുള്ള പാദസരം ഇതിനു മുന്നേ എപ്പോഴും കണ്ടിരുന്നെങ്കിൽ കൂടി ഇന്നാണ് ഇത്രയും വൃത്തിയായി അവൻ കാണുന്നത്. മുന്നിലിരിക്കുന്നവളെ പോലെ തന്നെ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്ന ആ പാദസരം കണ്ടതും വംശിയുടെ ചുണ്ടൊന്ന് വിടർന്നു. ഒപ്പം അവന്റെ കണ്ണുകളും അതിനനുസരിച്ച് കാൽപാദത്തിലൂടെ മുകളിലേക്ക് പോയി. പാവാട ഉയർന്ന് മുട്ടിന് താഴെ എത്തിയപ്പോഴേക്കും കണ്ടു ചെറുതായി ചുവന്ന് തിണർത്ത് കിടക്കുന്ന ചതിവ്. ഇത്രയും ചെറിയ മുറിവിന് ഇത്രയും വേദന ഉണ്ടാകുമോ എന്ന് അളന്നവനെ ഞെട്ടിച്ചുകൊണ്ട് പാവാട മുട്ടിന് തൊട്ട് മുകളിലേക്ക് എത്തിയതും വംശി പെട്ടെന്ന് അവളുടെ പാവാട തുമ്പിലേക്ക് കൈ അമർത്തിപ്പിടിച്ചു നിർത്തി. ആ! കണ്ണുകൾ അടച്ച് കരയുന്നവളെ വെപ്രാളത്തോടെയാണ് വംശി നോക്കിയത്. ഒപ്പം താൻ പിടിച്ചെടുത്തു നിന്നും തന്റെ കൈ അവൾ തട്ടി മാറ്റുന്നത് കൂടി കണ്ടതും വംശി വല്ലാതെയായി. താൻ തൊട്ടതുകൊണ്ടാണ് അവൾക്ക് ആ വേദന എന്ന് തിരിച്ചറിഞ്ഞവൻ ഞെട്ടലോടെയാണ് അവളെ നോക്കിയത്. ധാത്രി, മുട്ടിലല്ല വിച്ചേട്ടാ, തുടയില എനിക്ക് വേദന. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിനെ അടുത്ത പാട്ടിന് വേണ്ടിയിട്ട്. നന്ദി.